ബന്ദിമോചനത്തിന്റെ ഭാഗമായി ഹമാസ് വിട്ടു നൽകിയ മൃതദേഹം ഷിരീബ് അബ്ബാസിന്റേതല്ലെന്ന് ഇസ്രായേൽ. ഹമാസിന്റേത് ബന്ദി കൈമാറ്റ വ്യവസ്ഥകളുടെ ഗുരുതരമായ ലംഘനമാണ്. ഷിരീബ് അബ്ബാസിന്റെ മൃതദേഹം വിട്ടു നൽകണമെന്നും ഇസ്രായേൽ ഹമാസിനോട് ആവശ്യപ്പെട്ടു. തിരിച്ചറിയൽ പ്രക്രിയയിൽ ലഭിച്ച മൃതദേഹം ഷിരീബ് അബ്ബാസിന്റേതല്ലെന്നും ഇതൊരു അജ്ഞാത മൃതദേഹമാണെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എക്സിൽ കുറിച്ചു. വ്യാഴാഴ്ച ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞിന്റേതടക്കം 4 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹം ഹമാസ് ഇസ്രായേലിന് കൈമാറിയിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ ബന്ദിയായ കിർഫ് ബിബാസിന്റെയും 4 വയസ്സുള്ള സഹോദരൻ ഏരിയലിന്റെയും മാതാവ് ഷിരീബ് ബിബാസിന്റെയും ഒഡസിന്റെയും മൃതദേഹങ്ങളാണ് കൈമാറിയിരുന്നത്. ഇതിൽ ഷിരീബ് ബിബാസിന്റെ മൃതദേഹം തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഷിരീബ് ബിബാസും കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ആക്രമണത്തിലാണെന്ന് ഹമാസ് ആരോപിച്ചിരുന്നു. എന്നാൽ ഇതിനുവേണ്ട തെളിവുകൾ ഹമാസ് ഹാജരാക്കിയിട്ടില്ല. കഴിഞ്ഞ മാസം പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരമാണ് ബന്ദി കൈമാറ്റം നടന്നത്. ഇസ്രായേലിന് ഇത് സങ്കടമുള്ളതും ബുദ്ധിമുട്ടേറിയതുമായ ദിവസമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഗാസയ്ക്ക് സമീപമുള്ള പ്രദേശത്തു നിന്നും ബിബാസ് കുടുംബത്തെ ഹമാസ് തട്ടിക്കൊണ്ടുപോകുമ്പോൾ 10 മാസമായിരുന്നു കിർഫിന്റെ പ്രായം. 2023 ഒക്ടോബർ 7-നാണ് തട്ടിക്കൊണ്ടുപോയത്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കിർഫും സഹോദരനും മാതാവും കൊല്ലപ്പെട്ടതായി 2023 നവംബറിൽ ഹമാസ് അറിയിച്ചിരുന്നു. എന്നാൽ മരണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നില്ല. ഈ മാസം തുടക്കത്തിൽ ജയിലിലെ ബന്ദികളെ തിരിച്ചയക്കുന്ന കൂട്ടത്തിൽ യാർദൻ ബിബാസിനെ ഹമാസ് വിട്ടയച്ചിരുന്നു. 2 ആൺകുട്ടികൾക്കും അമ്മയ്ക്കും എന്ത് സംഭവിച്ചുവെന്നത് വ്യക്തമാകുന്നതുവരെ തങ്ങളുടെ യാത്ര അവസാനിക്കില്ലെന്ന് കുടുംബം പറഞ്ഞിരുന്നു. കരാർ പ്രകാരമുള്ള മൃതദേഹങ്ങളുടെ കൈമാറ്റത്തിന്റെ ആദ്യഘട്ടമാണ് ഇന്നലെ നടന്നത്. അതിനിടെ ഇസ്രായേലിലെ ബാറ്റിയാം നഗരത്തിൽ സ്ഫോടനം നടന്നു. നിർത്തിയിട്ട 3 ബസ്സുകളിൽ സ്ഫോടനം ഉണ്ടായി. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. സ്ഫോടനത്തിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ മറ്റ് 2 ബസ്സുകളിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. സംഭവത്തിന് പിന്നിൽ ഭീകരാക്രമണമെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു.